വീഡിയോയിൽ ഒരു 70ഓളം ഹോട്ട് ടോപ്പിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ ഹോട്ട് ടോപ്പിക്കാണ് ജീവിതശൈലി രോഗങ്ങൾ. തെറ്റായ ജീവിതക്രമം ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണങ്ങൾ തെറ്റായ ഭക്ഷണശീലങ്ങൾ, വ്യായാമം ഇല്ലായ്മ, ആവശ്യമില്ലാത്ത ടെൻഷൻ, അമിത ഉത്കണ്ഠ, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിൻ്റെ ഉപയോഗം തുടങ്ങിയവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, അർബുദം, കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, വൃക്കയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളിലെ ആദ്യത്തെ രോഗമാണ് പ്രമേഹം. പ്രമേഹത്തിനെ ഡയബറ്റീസ് മാലിറ്റസ് എന്ന് വിളിക്കുന്നു. ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത രോഗമാണ് പ്രമേഹം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നു. രക്തത്തിൽ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് മാറ്റി കരളിൽ സംഭരിച്ചു വയ്ക്കാൻ പാകത്തിന് ആക്കി മാറ്റുന്നു. പ്രമേഹം 2 തരത്തിലുണ്ട്: ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാതെ വരുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. ഇത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ടൈപ്പ് 2 പ്രമേഹമാണ് ഇൻസുലിൻ്റെ ഉത്പാദനം ചിലപ്പോൾ ഇല്ലാതെ വന്നേക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശരീരത്തിന് പറ്റാതെ വരുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. 40 വയസ്സ് തുടങ്ങിയാണ് ഇത് കാണപ്പെടുന്നത്. ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആഗ്നേയ ഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ രക്തത്തിൽ കുറവുള്ള പഞ്ചസാരയുടെ അളവ് ഉയർത്താൻ സഹായിക്കുന്നു. ഗ്ലൂക്കഗോണിൻ്റെ അപര്യാപ്തത വന്നാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയും. അതായത് ഗ്ലൂക്കഗോണിൻ്റെ അളവ് 40 to 45 mg ആണെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്നു. നോർമൽ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് 80 to 120 mg ആണ്. ഗ്ലൂക്കഗോണിൻ്റെ അളവ് കുറഞ്ഞ് രക്തത്തിൽ പഞ്ചസാര കുറയുമ്പോൾ ഉണ്ടാകുന്ന മരണത്തിന് കാരണമാകുന്ന അവസ്ഥയാണ് ഇൻസുലിൻ ഷോക്ക് എന്ന് അറിയപ്പെടുന്നത്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് രക്തം പരിശോധിക്കുമ്പോൾ അതിൽ 126/100 ml അല്ലെങ്കിൽ അതിന് മുകളിലാണ് ഷുഗർ ലെവൽ എങ്കിൽ ആ വ്യക്തിയെ പ്രമേഹ രോഗിയായിട്ട് കണക്കാക്കുന്നു. പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന പഞ്ചസാരയാണ് അസ്പാർട്ടം. ഇൻസുലിൻ കണ്ടുപിടിച്ചത് 2 പേര് ചേർന്നിട്ടാണ്: ഡോക്ടർ ഫ്രെഡറിക് ബാന്റിങ്, ചാൾസ് ബെസ്റ്റ്. ജീവിതശൈലി രോഗങ്ങളിലെ രണ്ടാമത്തെ രോഗമാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ BP. ഹൃദയത്തിൻ്റെ ഒരു സങ്കോച വികാസത്തിന് വേണ്ട സമയം 0.82 സെക്കൻഡാണ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ രക്തക്കുഴലിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് മർദ്ദം. അതിൻ്റെ അളവ് 120 mmHg. ഹൃദയം വികസിക്കുമ്പോൾ രക്തക്കുഴലിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് ഡയാസ്റ്റോളിക് മർദ്ദം. അതിൻ്റെ അളവ് 80 mmHg. നോർമൽ BP ആയിട്ട് കണക്കാക്കുന്നത് 120/80 mmHg. ഹൈ BP ആയിട്ട് കണക്കാക്കുന്നത് 140/90 mmHg തുടങ്ങിയാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് ഹൈ BP. വേൾഡ് BP ഡേ ആയിട്ട് കണക്കാക്കുന്നത് മെയ് 17. ശരീരത്തിന് അകത്ത് വെച്ച് രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ്. രക്തക്കുഴലുകൾ പൊട്ടി രക്തം പുറത്തേക്ക് വന്ന് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ഹെമറേജ്. തലച്ചോറിൽ സംഭവിക്കുന്ന ഹെമറേജ് അറിയപ്പെടുന്നത് സെറിബ്രൽ ഹെമറേജ് എന്നാണ്. സെറിബ്രൽ ഹെമറേജ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്.
വേൾഡ് സ്ട്രോക്ക് ഡേ ആയിട്ട് പറയുന്നത് ഒക്ടോബർ 29 ജീവിതശൈലി രോഗങ്ങളിലെ മൂന്നാമത്തെ രോഗമാണ് കൊളസ്ട്രോൾ. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് പ്രധാനമായും രണ്ട് തരമുണ്ട്: HDL, LDL. HDL ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇത് നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളാണ്. LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളാണ്. LDL ആണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രക്തക്കുഴലുകളുടെ ധമനി ഭിത്തികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന രോഗം അറിയപ്പെടുന്നത് എതിറോസ്ക്ലിറോസിസ് എന്നാണ്. ഫീമെയിൽസിൽ വേണ്ട HDLന്റെ അളവ് 50 മുതൽ 60 ml വരെയാണ്. മെയിൽസിൽ വേണ്ട HDLന്റെ അളവ് 40 മുതൽ 50 ml വരെയാണ്. മനുഷ്യ ശരീരത്തിൽ വേണ്ട LDLന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 130 ml താഴെ ആയിരിക്കണം. ജീവിതശൈലി രോഗങ്ങളിലെ നാലാമത്തെ രോഗമാണ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് പ്രധാന കാരണം പുകവലിയാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൻ്റെ അടിസ്ഥാന ഘടകമായ വായു അറകൾ അഥവാ ആൽവിയോളിയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടമാക്കി പൊട്ടാൻ സഹായിക്കുന്നു. ഈ രോഗം അറിയപ്പെടുന്നത് എംഫിസിമ എന്നാണ്. എംഫിസിമ ഏത് അവയവവുമായി ബന്ധപ്പെട്ട രോഗമാണ് എന്ന് ചോദിച്ചാൽ ശ്വാസകോശം. അണുബാധ മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ബ്രോൺകൈറ്റിസ്. ബ്രോൺകൈറ്റിസ് 2 തരത്തിൽ വന്നുപെട്ടേക്കാം: ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ അണുബാധ മൂലം ഉണ്ടാകുന്ന വീക്കം. ഇതിനെ ബ്രോൺകൈറ്റിസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കൾ, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വിഷവസ്തുക്കൾ ബ്രോൺക്യൂൾസ് എന്ന് പറയുന്നത് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസകോശത്തിലേക്ക് ശ്വാസം കൊടുക്കുന്ന അവസാന പൈപ്പിനെ പറയുന്ന പേരാണ് ബ്രോൺക്യൂൾസ് അഥവാ വായുനാളികൾ. വായുനാളികളിൽ ഈ വിഷവസ്തുക്കൾ വന്ന് അടിഞ്ഞുകൂടി വീക്കം ഉണ്ടാക്കുന്ന അവസ്ഥയും ബ്രോൺകൈറ്റിസിന് കാരണമാകുന്നു. ശ്വാസകോശ രോഗങ്ങളിൽ ഉൾപ്പെട്ട മറ്റൊരു രോഗമാണ് ശ്വാസകോശ അർബുദം അല്ലെങ്കിൽ ലങ് ക്യാൻസർ. പുകവലിയിൽ അടങ്ങിയ കാർസിനോജൻ എന്ന ഘടകമാണ് ലങ് ക്യാൻസറിന് കാരണമായി തീരുന്നത്. ജീവിതശൈലി രോഗങ്ങളിലെ 5ാമത്തെ രോഗമാണ് കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗമാണ് ലിവർ സിറോസിസ്. മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ടോക്സിസ് ഹെപ്പറ്റൈറ്റിസ്. ജീവിതശൈലി രോഗങ്ങളിലെ 6ാമത്തെ രോഗമാണ് വൃക്കയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ഭക്ഷണത്തിൽ നിന്നും കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായി വന്നാൽ അത് ക്രിസ്റ്റൽസായി വൃക്കയിൽ അടിഞ്ഞുകൂടും. വൃക്കയിലെ കല്ല് രാസപരമായി കാൽസ്യം ഓക്സലേറ്റ് എന്ന് വിളിക്കുന്നു. വൃക്കയിലെ കല്ലിൻ്റെ ഇളക്കം മൂലം ഉണ്ടാകുന്ന വേദനയ്ക്ക് വിളിക്കുന്ന പേരാണ് റെനൽ കോളിക്. ജീവിതശൈലി രോഗങ്ങളിലെ 7ാമത്തെ രോഗമാണ് ക്യാൻസർ, അർബുദം. കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. ക്യാൻസറിന് കാരണമായ ജീൻസാണ് ഓങ്കോജീൻസ്. ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ബയോപ്സി ടെസ്റ്റ്. കാർസിനോമ ക്യാൻസർ നമ്മുടെ ശരീരത്തിലെ ആവരണ കലകൾ അഥവാ എപ്പിത്തീലിയൽ കലകളെ ബാധിക്കുന്നു. സർക്കോമ ക്യാൻസർ അസ്ഥികൾക്ക് ബാധിക്കുന്നു. മെലനോമ ക്യാൻസർ അൾട്രാ വയലറ്റ് റേസ് മൂലം സ്കിന്നിനെ ബാധിക്കുന്നു. മെലനോമ ക്യാൻസർ മെലിഗ്നന്റ് മെലനോമ എന്നും അറിയപ്പെടുന്നു. ജീവിതശൈലി രോഗങ്ങളിലെ 8ാമത്തെ രോഗമാണ് പൊണ്ണത്തടി. BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് ഉപയോഗിച്ച് പൊണ്ണത്തടി അളക്കാം. ഭാരത്തിനെ ഉയരം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഭാരം കിലോഗ്രാമിലെടുത്ത് അതിനെ ഹൈറ്റ് മീറ്ററിൽ സ്ക്വയർ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവ്. ഇത്
25-30 അടുത്താണെങ്കിൽ പൊണ്ണത്തടിയോട് അടുത്ത് ഇരിക്കുന്നു. ആൻഡ് 30 മുകളിലാണെങ്കിൽ പൊണ്ണത്തടി സ്ഥിരീകരിച്ചിരിക്കുന്നു. 18.5 താഴെയാണെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണ്. ഭക്ഷണത്തിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം കൊണ്ടും അതേപോലെ വ്യായാമം ഇല്ലായ്മ കൊണ്ടും വരുന്ന പൊണ്ണത്തടിയാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് 70 ഹോട്ട് ടോപ്പിക്കുകളിലെ ആദ്യത്തെ ഹോട്ട് ടോപ്പിക്കാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇനി രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്കായ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.